വയനാട്ടിൽ ദുരന്തമുണ്ടായ രണ്ടാം ദിവസം മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയായിരുന്നു. ധാരാളം പ്രമുഖരായ ആളുകളാണ് ദുരിതാശ്വാസ നിധി ശരിയായ രീതിയിലല്ല വിനിയോഗിക്കപ്പെടുന്നത് എന്നും പാർട്ടി അത് ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിയും കേരള സർക്കാർ സ്വീകരിച്ചു വരികയാണ്. സോഷ്യൽ മീഡിയയിൽ ദുരിതാശ്വാസ നിധി ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ പല പ്രമുഖരും മുന്നോട്ട് വന്നിരുന്നു. മറുനാടൻ ചാനലിലെ ഷാജൻ സ്കറിയ, ബെന്നി ജനപക്ഷം, അതേപോലെ തന്നെ ബിഗ് ബോസ് വിജയ്, അഖിൽ മാരാർ എന്നിവർ കുറെ നാളുകളായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. മറുനാടന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പോലീസ് സൈബർ പെട്രോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ദുരന്ത സഹായ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സഹായ നിധി ശാസ്ത്രീയമാണ്, പക്ഷേ വിനിയോഗം മര്യാദയ്ക്കല്ല എന്നാണ് മറുനാടൻ ഷാജൻ പറഞ്ഞത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സുമനസ്സുകൾ സംഭാവന ചെയ്ത പണം പാർട്ടിക്കാർക്ക് പല രീതിയിൽ അനുവദിച്ചു കൊടുത്തതിന്റെ അനുഭവം തങ്ങൾക്കുണ്ടെന്നും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ദുരന്തകാലത്ത് ആരും ഇതിനെപ്പറ്റി വിമർശനത്തിന്റെ പുറകെ പോകില്ല എന്ന ചിന്തയിലാണ് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോഴൊരു ദുരന്തം എങ്ങനെ കൊണ്ടുപോകരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി പിണറായി വിജയൻ മാറിയെന്നും ഷാജൻ കുറ്റപ്പെടുത്തി. ബെന്നി ജനപക്ഷവും ഈ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ടിന്റെ വിനിയോഗത്തിനെതിരെ തങ്ങളുടെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് പല രീതിയിൽ മോശമായ രീതിയിൽ ചിലവഴിക്കുകയാണെന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ബെന്നി ജനപക്ഷം പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയപ്പോൾ കാശുള്ള സിനിമാക്കാർ 20 ലക്ഷമോ 25 ലക്ഷമോ അല്ല, കോടികൾ കൊടുക്കണമെന്നും അതിൽ തനിക്ക് എതിർപ്പൊന്നുമില്ലെന്നും 500ഉം 600ഉം കോടിയും സ്വത്തുള്ളവർ എറിഞ്ഞു കൊടുക്കണം എന്നുമായിരുന്നു പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് കണക്കുണ്ടായിരിക്കണം. പാർട്ടിക്കാരുടെ ചത്തുപോയ കുടുംബാംഗങ്ങൾക്കും ഡ്രൈവർമാർക്കും കൊടുക്കാനുള്ളതല്ല പാവങ്ങൾ നൽകിയ പൈസ എന്നാണ് ബെന്നി ജനയുഗം ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത്. പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരാളാണ് അഖിൽ മാരാർ. അദ്ദേഹത്തിന്റെ പല വിമർശനങ്ങളും കടുത്ത വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കുമാണ് സോഷ്യൽ മീഡിയയിൽ ഇടം വയ്ക്കാറ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് കനത്ത വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിവിടുന്നത്. മുഖ്യമന്ത്രിയുടെ മടിയുടെ അത്രയും കനം കേരളത്തിൽ ആർക്കുമില്ല. CPM നേതാക്കളെ രൂക്ഷമായ രീതിയിലാണ് അഖിൽ കുറ്റപ്പെടുത്തുന്നത്. നാവിടത്താൽ നുണ പറയുന്ന ജന്മങ്ങൾ എന്നിവരെയാണ് പാർട്ടിക്കെതിരെയുള്ള വിമർശനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിക്ഷേപിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം അദ്ദേഹത്തിന് ഇതിൽ വിശ്വാസമില്ലത്രേ. പകരം ആളുകൾക്ക് സ്വന്തമായി 3 വീട് വെച്ച് നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വീട് വയ്ക്കാൻ പോകുന്നത് പിരിവെടുത്താണ് എന്ന രീതിയിൽ പാർട്ടിയുടെ സൈബർ ടീം വിലയിരുത്തുകയായിരുന്നു അത്രേ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പിരിവെടുത്ത് വീട് വയ്ക്കാമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞത് തെളിയുകയാണെങ്കിൽ ഇനിയുള്ള ശിഷ്ടകാലം CPMൽ ചേർന്ന് പിണറായിയുടെ അടിമയായി കഴിയാമെന്നും അഖിൽ മാരാർ പറഞ്ഞു. അന്തം കമ്മികളായ CPMുകാർ ചെയ്യുന്നത് പോലെ നാട് നീളെ പിരിച്ച് അതിന്റെ പകുതിക്ക് പുട്ടടിച്ച ശേഷം എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുകയല്ല. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണമെടുത്താണ് ഞാൻ ആരെയെങ്കിലും സഹായിക്കാൻ പോകുന്നതെന്നും അയാൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം ചിലവഴിച്ചതിന് കൃത്യമായ കണക്കില്ലെന്നും ദുരിതാശ്വാസ നിധിയിലെ പണം വിനിയോഗിച്ചതിലെ കണക്കുകളെ ചൂണ്ടിക്കാട്ടി പല വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു. മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും രൂക്ഷമായി വിമർശിച്ച് കഴിഞ്ഞ പ്രളയകാലത്ത് കിട്ടിയ പണം എങ്ങനെയാണ് ചിലവഴിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ അവസാനിപ്പിച്ചത്. ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്കുള്ള ധനസമാഹരണം കൃത്യമായി നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓരോ വാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത്. ഇത്തരം വാദപ്രതിവാദങ്ങൾ കനത്ത സൈബർ യുദ്ധത്തിലേക്കും ചർച്ചയിലേക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്.